ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും MG സിസ്റ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ചിക്കൻ ബന്നിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഈ ചിക്കൻ ബന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ചിക്കൻ ബന്ന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഈസ്റ്റ്, ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പാച്ചുല വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല മാവ് രൂപത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മളെ മാവ് നല്ലപോലെ പൊങ്ങി വരും. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് പിന്നെ 1 ടീസ്പൂണ് ക്യുമിൻ സീഡ്സും. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സവാള സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ബോൺലെസ് ചിക്കൻ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കന് വൈറ്റ് കളർ ആകുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ ചിക്കന് വൈറ്റ് കളറായിട്ട് കിട്ടും. കാരണം നമ്മൾ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഈ ചിക്കന് വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ്സ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ വൈറ്റ് സോസ് അവിടെ റെഡിയാവും. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വിനേഗർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇതൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓപ്ഷണലാണ് ചീസ് ചേർക്കുന്നത്. ഞാനിവിടെ 3 ചീസ് ക്യൂബ്സ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 കപ്പ് ചീസ് അതാണ് ചേർത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചീസ് മെൽറ്റ് ആകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് ചിക്കനും മസാലക്കും എല്ലാം വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഉപ്പുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ മസാല മാറ്റി വെക്കാം. ഇനി ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബൗൾ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അത്രത്തോളം സോഫ്റ്റായിട്ട് വരുമെന്നാണ്. അപ്പോൾ നല്ലപോലെ കുഴക്കാം. അങ്ങനെ നല്ലപോലെ കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഉരുളകളാക്കുന്നത്. എല്ലാം ഒരേ ഷേപ്പിലായിരിക്കണം. അപ്പോൾ എനിക്കിവിടെ 5 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഉരുളകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി രൂപത്തിൽ നല്ല റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. അങ്ങനെ ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബൗളും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ചപ്പാത്തി രൂപത്തിൽ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണ് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ മോമോസിനെല്ലാം ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് നല്ല ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. ഇങ്ങനെ കൈയോടാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി ഇവിടെ ബേക്കിംഗ് ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ തടവിയിട്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഈ ബണ്ണ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 4 ബന്നാണ് ഞാനിവിടെ വെക്കുന്നത്. അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ്സിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളെ മാവ് ഒന്നും കൂടി പൊങ്ങി വരും. പിന്നെ ഞാനൊരു മുട്ട ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും. അങ്ങനെ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് വെള്ള എള്ള് ഇട്ട് കൊടുക്കാം. അങ്ങനെ വെള്ള എള്ള് ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓവൻ ഓൾറെഡി 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബണ്ണ് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മളെ യമ്മി ആൻഡ് ചീസി ആയിട്ടുള്ള ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം.
ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.